വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിച്ച് പ്രതിപക്ഷം. ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി എത്തി. സാമൂഹ്യ പെൻഷൻ മുടങ്ങിയതിൽ പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ PC വിശ്വനാഥ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ മരുന്ന് സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് പരിശോധിക്കാം സാർ. ഇത് തെറ്റായ കാര്യമാണ്. പല സർക്കാർ ആശുപത്രികളും ഫാർമസികളും മരുന്നില്ല എന്നത് വലിയൊരു വസ്തുതയാണ് സാറ് 2 വർഷം മുമ്പ് വരെ ഇവിടെ പറഞ്ഞ രോഗികളെ പുറത്തേക്കാണ് റെഫർ ചെയ്യുന്നത്. ഈ പാവപ്പെട്ട രോഗികൾ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ തീപിടുത്തമുണ്ടായി 2-3 ആശുപത്രികളിൽ മരുന്നില്ലെന്ന അനൂപ് ജേക്കബിന്റെ ചോദ്യം സഭയെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തി. ആശുപത്രികളിൽ മരുന്ന് ലഭ്യമല്ലെന്നാണ് CAG റിപ്പോർട്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തിൽ CAGയുടേത് ഫൈനൽ റിപ്പോർട്ടല്ല എന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ മറുപടി. സർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞത് വളരെ ജനറലൈസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം പിൻവലിക്കണം സർ. ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുകയാണ് സർ. ഇത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ മരുന്ന് സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് പരിശോധിക്കാം സർ. ഇത് തെറ്റായ കാര്യമാണ്. ഭരണനേട്ടം എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേരളീയം ധൂർത്തല്ലെന്നും നാടിന്റെ നിക്ഷേപമായിരുന്നുവെന്നും വ്യക്തമാക്കി. സർ, ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ആ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ കേരളീയം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഒരു തരത്തിലും ഒരു ധൂർത്തായിരുന്നില്ല. നമ്മുടെ നാടിൻ്റെ വലിയൊരു നിക്ഷേപമായിട്ടാണ് അത് മാറിയത് എന്നുള്ളതാണ് വസ്തുത. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്? വേണോ, സഭ ആദ്യ ദിവസം ചേരുമ്പോൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തോടു കൂടിയാണ് തുടങ്ങിയത്. ചോദ്യോത്തരവേള ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിയമസഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ക്ഷേമ പെൻഷൻ മുടങ്ങുകയും തുടർന്നുണ്ടായ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് പ്രതിപക്ഷ പ്രതിഷേധവുമായി വന്നത്. ഇതേ വിഷയം തന്നെ ഇന്ന് അടിയന്തര പ്രമേയമായി PC വിശ്വനാഥ് MLA സഭയിൽ വയ്ക്കുകയും ചെയ്യും. അത് സഭ നിർത്തി അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതിനുശേഷം ചോദ്യോത്തരവേളയിലും ഈ പ്രതിപക്ഷം വിവിധ വിമർശനങ്ങളുമായി തന്നെ രംഗത്തെത്തി. സർക്കാരാകട്ടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഭാ സമ്മേളനത്തിന് ആരംഭിച്ചത് എന്നുള്ളതാണ്. മരുന്ന് ലഭ്യതക്കുറവ്, അത് വിവിധ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ലഭ്യതക്കുറവ് നേരത്തെ തന്നെ വാർത്തയായതാണ്. ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നതുമാണ്. അതിന് ആരോഗ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ നല്ല നിലയിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളെ മോശപ്പെടുത്താനുള്ള ഒരു ശ്രമം ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതല്ലാതെ മരുന്നുക്ഷാമം ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. KMCL വഴി ലഭ്യമാകുന്ന ആശുപത്രികളിൽ മരുന്നിന്റെ ലഭ്യത കൂട്ടാൻ വേണ്ട നടപടികൾ ക്രമീകരിച്ചിട്ടുമുണ്ട്, ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഡോക്ടർമാർ ജനറിക് മരുന്നുകൾ മാത്രമേ കുറിക്കാവൂ എന്നുള്ളതുൾപ്പെടെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ആശുപത്രികളിൽ മരുന്നില്ല, മരുന്നുണ്ട് എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി മാത്രമാണ്. സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ, മാധ്യമങ്ങളും ഉൾപ്പെടെ ഈ മരുന്നിന്റെ ലഭ്യതക്കുറവിനെ കുറിച്ചുള്ള ആശങ്ക രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഇപ്പോഴും മരുന്നുണ്ട് എന്നുള്ളൊരു വാദത്തിൽ മന്ത്രി ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല C&AG റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ മരുന്ന് ലഭ്യതക്കുറവ് അത് 67 ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള മരുന്നുകളില്ല എന്ന റിപ്പോർട്ട് വന്നതാണ് എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. അതിന് മറുപടിയായി ആരോഗ്യമന്ത്രി പറഞ്ഞത് അതൊരു കരട് റിപ്പോർട്ട് മാത്രമാണ്. സർക്കാരിനോട് വിശദീകരണം തേടുകയാണ് ചെയ്തത്. അതിൻ്റെ പൂർണ്ണമായ റിപ്പോർട്ട് വന്നിട്ടില്ല. അത് മാത്രം ആയുധമാക്കിക്കൊണ്ട് സർക്കാരിനെയും ഒപ്പം തന്നെ സർക്കാർ ആശുപത്രികളെയും കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് പ്രധാനമായും ചർച്ചയായി വന്നത് കേരളീയത്തിനെ കുറിച്ചുള്ള വാദങ്ങളാണ്. കേരളീയം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു ചടങ്ങായി മാറി. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ കേരളീയത്തെ വളരെ ആകാംക്ഷയോടെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് സർക്കാരിൻ്റെ വലിയൊരു വിജയ പരിപാടി എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. മാത്രമല്ല വെറും ദിവസങ്ങളുടെ മാത്രം അധ്വാനം കൊണ്ടാണ് അത്രയും ഗംഭീരമായ ഒരു പരിപാടി നടത്തിയത്. അടുത്ത വർഷം മുതലും ഇതേ കേരളീയം തുടരും. അത് കൂടുതൽ വിപുലമായി ഇപ്പോൾ മുതൽ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചുകൊണ്ട് കൂടുതൽ വിപുലമായി നടത്തും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കേരളീയത്തിനായിരുന്നു മുൻഗണന എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ചോദ്യം. ഇപ്പോൾ നിലവിൽ അടിയന്തര പ്രമേയ
ത്തിനുള്ള സമയമാണ്. എന്തായാലും ഈ ഉയർന്നു വന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വികസന പദ്ധതികളും ഒന്നും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നല്ല നിലയിൽ തന്നെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നും മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിനുള്ള സമയമാണ്. സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന PC വിശ്വനാഥിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ നിയമസഭാ സ്പീക്കർ പരിഗണിക്കുന്നത്. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.